യൂട്യൂബിൽ ഫോളോവേഴ്സ് ഉള്ളത് ആർക്കാന്നറിയോ? വൃത്തികെട്ട സെക്സ് ചാനലുകൾക്കാണ്. നല്ല കാര്യം എന്തോ പറഞ്ഞാലോ ഇല്ല. പിന്നെയുള്ളത് കുക്കറി ഷോകൾക്കാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നത് തിന്നാനോ കയ്യില്ല, എന്നാ ഉണ്ടാക്കുന്ന കണ്ടിട്ട് വായിൽ വെള്ളം ഇങ്ങനെ വരാല്ലോ. കുറെ കാലമായാലും അച്ഛനെ അച്ഛാന്ന് വിളിക്കുന്നത്, ഇനി മോനെ അച്ഛാന്ന് വിളിക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിനെയാണ് സനാതനം എന്ന് പറയാം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മരണം വരെ വികസിക്കേണ്ട ഒരു പ്രക്രിയ. നമ്മൾ നാട്ടുകാരോടെല്ലാം പുഞ്ചിരിക്കും, വീട്ടുകാരോട് പുഞ്ചിരിക്കാറില്ല. കാലം മാറുമ്പോൾ കാലത്തിനനുസരിച്ച് നമ്മളും മാറണം. നമ്മൾ പഴയ സങ്കല്പത്തിൽ നിൽക്കല്ല. മനുഷ്യൻ എന്നതിനൊരു നിർവചനം പറയാൻ പറഞ്ഞാൽ, ഞാൻ പറയുന്ന നിർവചനം, ഭൂതകാലത്തിന്റെ ഓർമ്മകളിൽ നിന്നും അറിവുകളിൽ നിന്നും ഊർജം ശേഖരിച്ച് വർത്തമാന കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഒരച്ച് കത്തിച്ച് അതിന്റെ വെളിച്ചത്തിൽ ഭാവി കാലത്തെ രൂപപ്പെടുത്തുന്നവനെയാണ് മനുഷ്യൻ എന്ന് പറയുക. ആ ഓർമ്മകൾ ഉണ്ടായിരിക്കണം. അതിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. പക്ഷിമൃഗാദികൾക്ക് എവിടെ നിന്നോ വന്നു ഞാൻ എന്നറിയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എവിടേക്കോ പോണു ഞാൻ എന്നും അറിയില്ല. അതറിയണമെങ്കിൽ നമ്മുടെ ഗുരുനാഥന്മാരാകുന്ന വിളക്കുമരമേ വെളിച്ചമുണ്ടോ. ക്ലാസ് പഠിപ്പിക്കുമ്പോൾ നമ്മളിവിടെ പഠിക്കുന്ന കാലത്ത് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഗുരുനാഥന്മാരുടെ വോൾട്ടേജ് ആണോ കാലം കഴിഞ്ഞു പോകുമ്പോൾ അവരുടെ പ്രകാശമാണോ കൂടുതൽ തിളങ്ങുന്നത്? അന്ന് പലപ്പോഴും മാഷയ്ക്ക് ഇന്ന് വയറിളക്കം പിടിക്കപ്പെട്ടണേ എന്നൊക്കെ പറഞ്ഞിട്ട് നേർച്ചയൊക്കെ ഇട്ട കുട്ടികളുണ്ട് അല്ലേ? കാരണം അന്ന് ഇമ്പോസിഷൻ എഴുതി കൊടുത്തിട്ടുണ്ടാവില്ല. അന്ന് എൽ പി സ്കൂളിൽ മാഷക്ക് അസുഖം വരണേ നേർച്ച നേർന്നൊരു മാഷുണ്ട്. എൻ്റെ അടി എന്ന് പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ല. 10 മണിക്ക് സ്കൂളിലെത്തുമ്പോൾ 9:40 അദ്ദേഹം ആ വളവിൽ നിന്ന് ഇങ്ങോട്ട് തിരിയും. വളവിൽ നിന്ന്, ആ വളവ് എന്ന് പറഞ്ഞാൽ രാജീവ് മാഷെ പെങ്ങളെ കൊണ്ടുവന്നൊരു വീടുണ്ടാണ്, അന്താട്ടൻ്റെ വീടിൻ്റെ വളവിൽ നിന്ന് തിരിയും. ആ തിരിഞ്ഞാൽ ആ സമയത്ത് മാഷ് വന്നിട്ടില്ലേ പിന്നെ അന്ന് വരില്ല. 1 മിനിറ്റ് ലേറ്റായിട്ട് വരില്ല, 1 മിനിറ്റ് നേരത്തെയും വരില്ല. കറക്റ്റ് 9:40 ഞങ്ങളിങ്ങനെ 9:40 ഇങ്ങനെ നോക്കും. എന്ന് വന്നിട്ടില്ലേ പിന്നെ ആടെ ഒരു ആഹ്ലാദമാണ്, ഉത്സവമാണ്. നമ്പൂരി മാഷില്ല. പക്ഷെ ആ നമ്പൂതിരി മാഷിന്റെ ജീവിതം ആലോചിക്കുക. എൻ്റെ വീട്ടിൽ നിരന്തരം വരുമായിരുന്നു. എൻ്റെ ഭാര്യയോട് ഭയങ്കര അടുപ്പായിരുന്നു. എന്താ കാരണം എന്നാ പറഞ്ഞോന്നറിയോ മാഷ്? ഇവനിങ്ങനെ പ്രസംഗിച്ച് ലോകരുടെ അടുത്തെല്ലാം നടക്കുമ്പോൾ ഇവന്റെ മോൻ എന്തെങ്കിലും 4 അക്ഷരം പറഞ്ഞു കൊടുക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ വരുന്നത്. എൻ്റെ മോന് പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ നക്ഷത്രം, പക്കം എല്ലാം പഠിപ്പിക്കില്ലേ? ഇതെല്ലാം നമ്പൂരി മാഷ് എൻ്റെ മോനെ പഠിപ്പിക്കാൻ വരും വീട്ടിൽ. ആലോചിച്ച് നോക്കട്ടെ, അതെന്തൊരു തിളക്കമാണ്. അതെല്ലാം ഗുണഘോഷം പഠിപ്പിക്കും, ഇങ്ങനെ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കും. അന്ന് നമ്മൾ ശപിച്ച മാഷാണ് നമ്മുടെ ജീവിതത്തിലെ പ്രകാശഗോപുരമായി മാറിയത്. മനസ്സിലായോ? നമ്മൾ ഓർമ്മകളിൽ തിളക്കി എടുക്കുക. അതിനെയാണ് ഗുരുത്വം എന്ന് പറയുന്നത്. ഗുരുത്വം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ലഘുത്വമാണ്. ഗുരുത്വം എന്താ? ഗുരുവിന്റെ മുന്നിൽ നമ്മൾ ലഘുവാകുമ്പോഴാണ് ഗുരുത്വം ഉണ്ടാകുന്നത്. ഗുരുവിനെ ബഹുമാനിക്കുന്ന പ്രക്രിയ. അപ്പോ ആ ഓർമ്മകളിൽ നിന്ന് ഊർജം ശേഖരിച്ച് വർത്തമാന കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായി ഒരച്ച് കത്തിച്ച് അതിന്റെ വെളിച്ചത്തിൽ ഭാവി കാലത്തെ രൂപപ്പെടുത്തണം. ഷഷ്ടിപൂർത്തി തികയാൻ ഇനി 2 കൊല്ലം ഈ വീടിൽ പലർക്കുള്ളൂ. പണ്ട് തോറ്റുപോയ ആളെല്ലാം ഷഷ്ടിപൂർത്തി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? പണ്ട് 2 സ്റ്റെപ്പ് കെട്ടിയിട്ടെല്ലാം കയറി വന്നവരുണ്ട് അല്ലേ? ഒറ്റ സ്റ്റെപ്പ് അല്ലാണ്ട് 2 സ്റ്റെപ്പ് കെട്ടിയിട്ട് കയറി വന്ന അന്ന് തോക്കലുണ്ടല്ലോ. ഒരു വലിയ സംഭവമൊന്നുമല്ല. അപ്പോ ഷഷ്ടിപൂർത്തി കഴിഞ്ഞാൽ പിന്നെ വയസ്സായി എന്നൊരു തെറ്റിദ്ധാരണ മുൻവിധിയായിട്ട് ഇനി കൊണ്ടു നടക്കരുത്. നമ്മുടെ വയസ്സിന്റെ സങ്കല്പങ്ങൾ തിരുത്തപ്പെട്ടിരിക്കുന്നു. നമ്മളെല്ലാം പഠിക്കുന്ന കാലത്ത് പിരിയാൻ നോക്കുന്ന മാഷും ടീച്ചറേയും കണ്ടിട്ടാണ് നരച്ച് പുളിച്ച് വയസ്സെത്തിയിട്ടുണ്ടാവും. ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, ഞാനന്ന് പല പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ സാരി ഉടുത്ത് വേദിയിലിരിക്കുന്ന അന്നത്തെ ഇവിടെ വന്ന് ഫസ്റ്റിൽ മുമ്പിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ച് പെട്ടെന്ന് എനിക്ക് കൺഫ്യൂഷനായിപ്പോയി. അന്നത്തേക്കാൾ പ്രായം കുറഞ്ഞിട്ടുള്ളത് ഗീത ടീച്ചർ. ഇവിടെ ഇരിക്കുന്ന പലരുടെയും ഫോട്ടോ എടുത്തിട്ട് തൽക്കാലം തമാശക്കൊന്ന് മാട്രിമോണിയിൽ ഇട്ടു നോക്കിയാട്ട 100 കണക്കിന് പ്രപ്പോസൽ വരും. മനസ്സിലായോ? ഇന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 45 വയസ്സായിരുന്നു ശരാശരി ആയുസ്. അറിയോ? 45 വയസ്സ്. അന്ന് പണ്ടത്തെ ആൾ വലിയ തന്ത വൈബ് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അന്നേ ആരോഗ്യമൊന്നും കുന്താന്ന്.
45 വയസ്സാ. അത് ചില അപൂർവം ചിലത് ജനിതകമായ പ്രത്യേകത കൊണ്ട് 100, 110 വരെയും നിൽക്കുന്ന കുട്ടികൾ എത്ര മരിച്ചു വന്ന്. ഇന്ന് കേരളത്തിൽ 1000 കുട്ടി ജനിച്ചാൽ 4 കുട്ടി മാത്രമേ മരിച്ചു പോകുന്നുള്ളൂ. ഉത്തരേന്ത്യയിൽ അത് 60 കുട്ടികളാണ് മരിക്കുന്നത്. ഇവിടെ 4 കുട്ടികളെ മരിക്കുന്നുള്ളൂ. ഒരു തലക്ക് ജീവനുണ്ട്, ബാക്കിയാക്കി എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ആയുർദൈർഘ്യം 78 മേലെ പോയി. ഇന്ന് നല്ല ആരോഗ്യ, നല്ല സൗന്ദര്യമാണ്. നമ്മളെ ബാല്യത്തിലെ കുട്ടികളുടെ കോലോ ഇന്നത്തെ കുട്ടികളുടെ കോലോ നോക്കൂ, ഒന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. മൂക്കുന്നൊലിച്ച് ഗ്രഹണി പിടിച്ചിട്ട് ചുമരിന് കിണ്ണം ചാരിയ പോലത്തെ കുടലും കൊണ്ട് നടക്കുന്ന ആ കുട്ടികളില്ലേ, ചൊറിയും ചേരങ്ങും പിടിച്ച ഒരു കുട്ടി അതുപോലത്തെ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുക. നമ്മുടെ കുട്ടികളെല്ലാം എത്ര സ്മാർട്ടാണ്, എത്ര സുന്ദരന്മാരും സുന്ദരികളുമാണ്. അന്ന് നമ്മളെല്ലാം പഠിക്കുന്ന കാലത്ത് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഐബോയിഷേന്റെ സഞ്ചി അടുപ്പിലിട്ട പോലെ എന്നെ വിളിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് നാണിച്ച് മടങ്ങിയിരിക്കുന്ന കുട്ടികളാണ് ഇപ്പൊ വിളിക്കാഞ്ഞിട്ടാ പ്രശ്നം. എന്തൊരു എനർജറ്റിക്കാണ് നമ്മുടെ കുട്ടികൾ. ആ കാലം മാറുകയാണ്. കാലം മാറുമ്പോൾ കാലത്തിനനുസരിച്ച് നമ്മളും മാറണം. നമ്മൾ പഴയ സങ്കല്പത്തിൽ നിൽക്കല്ല. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ എന്ന് പറഞ്ഞാൽ ഓർമ്മകൾ പുതുക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതിന്റെ പറകിൽ ഒരു വലിയ നേട്ടമുണ്ട്, അറിയണം. പൂർവ്വ വിദ്യാർത്ഥി സംഘങ്ങൾക്കെതിരായിട്ട് ചില ആളുകൾ വാട്സപ്പിൽ പോസ്റ്റ് കണ്ടായിരുന്നു. 2700 ഭർത്തൃമതികൾ ഒളിച്ചോടി പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പോയിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സപ്പ് പോസ്റ്റ് ഉണ്ട്. 2700. ഞാൻ എന്നിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ചോദിച്ചു, ഇങ്ങനെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പോയിട്ട് ഭർത്തൃമതികൾ ഒളിച്ചോടുന്ന സാധാരണയായിട്ട് പല നാട്ടിൽ നടക്കുന്നുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പോയി ഒളിച്ചോടിയത് 3 ഭർത്തൃമതികൾ മാത്രം. 3, അതാ 2600 ഒളിച്ചോടി എന്ന് പറയുന്നത്. ഇതാരാ ഈ പോസ്റ്റ് ഉണ്ടാക്കി ഇടുന്നതെന്നറിയോ? ഇതിലൊന്നും പോകാതെ ഈ മസിലും പിടിച്ചിട്ട് വീട്ടിലിരിക്കുന്ന കുറച്ച് ടീം, അഥവാ പോയാൽ തന്നെ എന്താ പറയുക, പെർഫോമൻസിനൊന്നും ചാൻസ് കിട്ടാതെ ബേക്കിലിരുന്ന് ഭക്ഷണം കഴിച്ചു പോകുന്ന ടീമാണ് ഇങ്ങനത്തെ പോസ്റ്റ് ഇടുക. എന്നാൽ നിങ്ങൾ അറിയണം, പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിലൂടെ ഏതാണ്ട് 700ഓളം വീടുകൾ നിർമ്മിച്ചു കൊടുത്തു എന്നറിയോ നിങ്ങൾ? സഹപാഠികൾക്ക് വീടില്ലാത്തതിന്റെ പേരിൽ 700 വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ലൈഫ് പദ്ധതിയിൽ പകുതി തറ കെട്ടിയിട്ട് വീട് കംപ്ലീറ്റ് ആക്കാത്ത ജില്ലയിലെ ലൈഫ് പദ്ധതിയുടെ മോണിറ്ററിംഗ് കമ്മിറ്റിന്റെ ആളാ ഞാൻ, ചെയർമാനാ ഞാൻ. വീട് കെട്ടിയിട്ട് വീട് കംപ്ലീറ്റ് ആവാതെ ഇട്ട ആ പല വീടുകളും സഹപാഠികളുടെ സഹായത്തോടു കൂടി നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ സഹപാഠികളുടെ 3 ആളുടെ വീട് ഞങ്ങൾ കംപ്ലീറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. എൻ്റെ കൂടെ SLC പഠിച്ചവർ ഞങ്ങൾ അത്രയേ ആയിട്ടുള്ളൂ, ഞങ്ങളുടെ ബാച്ച് ഉണ്ടായിട്ടില്ല. ഞാനിങ്ങനെ ഇതുപോലൊരു സഹപാഠി സംഗമത്തിൽ വേദിയിൽ ഇരുന്നിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട്, ഇങ്ങനെ സഹപാഠി സംഗമം, പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കുന്നു. അപ്പൊ എൻ്റെ കൂടെ പഠിച്ചൊരു സഹപാഠി ഒരു കമന്റ് ഇട്ട്, നീ ഇങ്ങനെ ആരാന്റെ പരിപാടിക്ക് പോയി തിന്നാ മതി, നമുക്കൊരു ഗ്രൂപ്പൊന്നും വേണ്ടേ. ആ കമന്റ് വല്ലാത്തൊരു കമന്റായിരുന്നു. ഞാൻ അവളെയും ഞാനും എനിക്കറിയുന്ന ഒരു 10 ആളും ചേർത്തിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഞാൻ കോളയാട് സെന്റ് കോർണേലിയസ് സ്കൂളിലെ SLCക്ക് പഠിച്ചത്. കൊർണേലിയൻസ് എന്ന പേരിൽ കൊർണേലിയൻസ് 84 എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഈ 10 ആളോടും അഡ്മിറ്റ് ആക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ആവുന്ന ആളെയല്ലെങ്കിൽ ചേർക്കുന്നത്. അങ്ങനെ ചേർത്ത് അവസാനം കുറേ ആളായി. 150 ആളെ കിട്ടിയപ്പോ ഇനി ആരും കൊഴിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് അന്നത്തെ രജിസ്റ്റർ എടുത്ത് നോക്കിയപ്പോൾ വിചിത്രമായ ഒരു കാര്യം മനസ്സിലാക്കി. ഞങ്ങളിൽ 70% ആളെയും പെറ്റത് മെയ് മാസത്തിലാണ്. കാരണം ജൂണിൽ സ്കൂളിൽ ചേർക്കണം, മെയ് പെറ്റാൽ 5 വയസ്സ് തരും അല്ലേ? അന്ന് ഹെഡ്മാഷാണല്ലോ നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് നിശ്ചയിച്ചത്. അതാണ്. അങ്ങനെ മുഴുവൻ ആളെ ലിസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു പ്രതിസന്ധി എന്താണെന്നറിയോ? അവിടെ കോൺവെന്റിൽ താമസിച്ചിട്ട് ഒരുപാട് ക്രിസ്ത്യാനി കുട്ടികൾ, കേരളത്തിൻ്റെ പല ദേശത്ത് പാവപ്പെട്ട കുട്ടികൾ വന്നിട്ട് അവിടെ താമസിച്ചിട്ട് പഠിപ്പിച്ചിരുന്നു. ഇവരെല്ലാം കല്യാണം കഴിച്ചു പോയി, എങ്ങോട്ടോ പോയി, എങ്ങനെ കിട്ടും? ഞങ്ങൾ അതിനൊരു പരിശ്രമം നടത്തി. സൗദി അറേബ്യയിൽ റിയാദിൽ നിന്നുകൊണ്ട് മധു എന്ന എൻ്റെ സഹപാഠിയാണ് ഇതിന് മൊത്തം കൺട്രോൾ ചെയ്തത്. ഞാനിങ്ങനെ തിരക്കിലോട്ടല്ലേ, ഓരോ ആളെ കണ്ടിട്ട് ഇയാളെവിടെ അന്വേഷിച്ച് 241 ഒരാൾ ഒഴിച്ച് 240 ആളെയും കിട്ടി. ഒരാളെ കിട്ടാണ്ട്.
അയാളുടെ അമ്മക്കറിയില്ല, അച്ഛനറിയില്ല, ഭാര്യക്കും മക്കൾക്കും അറിയില്ല എവിടെയുണ്ടെന്ന്. ആന്ധ്രയിൽ എവിടെയുണ്ട്. എന്നിട്ട് ആന്ധ്രയിലെ സകല പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ മെയിൽ അയച്ചു, ഇങ്ങനെ ഒരാൾ എടച്ചോളി പുരുഷോത്തമൻ എന്ന് പറയുന്ന ഒരാൾ എവിടെയും ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണം. മലയാളി ഗ്രൂപ്പുകളിലെല്ലാം ടെക്സ്റ്റ് മെസ്സേജും വോയിസ് മെസ്സേജും അയച്ചു, എടച്ചോളി പുരുഷോത്തമനെ കണ്ടുകിട്ടുന്നവരെന്ന് അറിയിക്കണം. എൻ്റെ ഫോൺ നമ്പർ കൊടുത്തു. ഇതുവരെ കിട്ടിയിട്ടില്ല. അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇപ്പം കിട്ടുമായിരുന്നു. ജീവിച്ചിരിപ്പില്ലെന്നാണ് വിചാരിക്കുന്നത്. ജീവിച്ചിരിപ്പില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൂടാ. കാരണം ഞാൻ ബ്രണ്ണൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ബാച്ചിലൊരു രാഘവൻ ഉണ്ടായിരുന്നു. പെരുവണ്ണാമൊഴിയായിരുന്നു അവൻ്റെ വീട്. അവനെപ്പോഴും എൻ്റെ വീട്ടിൽ വരും. ഞങ്ങൾ ഭയങ്കര കമ്പനിയായിരുന്നു. അന്ന് ഫോണില്ലാത്തതുകൊണ്ട് ക്ലാസ് അങ്ങ് പിരിഞ്ഞവന് ശേഷം പിന്നെ ഒരു വിവരമില്ല. കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ രാഘവനെ അന്വേഷിച്ചു. കാര്യങ്ങൾ ലക്ഷണങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു മരിച്ചുപോയി. അപ്പോൾ പിന്നെയും വേറെ 2-3 ആൾ, നമ്മളെ ബാച്ചിലുള്ള 2-3 ആൾ അന്വേഷിച്ചു. ബ്രണ്ണൻ കോളേജിൽ ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് ഞങ്ങളിപ്പോൾ സാഹിത്യ ചർച്ചകളൊക്കെ സംഘടിപ്പിക്കാറില്ല. അപ്പോൾ അന്വേഷിച്ചവരെല്ലാം പറഞ്ഞു മരിച്ചുപോയി. എന്നിട്ട് കഴിഞ്ഞ ഒരു 5-6 മാസം മുമ്പ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശിധരൻ്റെ ഭർത്താവ് ശശിധരൻ എന്നെ വിളിച്ചു. പെരുവണ്ണാമൊഴി എന്നാണ് വിളിക്കുന്നത്, ഒരു പരിപാടിക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു സഹപാഠി ഉണ്ടായിരുന്നു അവിടെ, അയാൾ മരിച്ചുപോയി എന്നാ വിവരം കിട്ടിയെന്നൊക്കെ പറഞ്ഞു. ആരാണ്? കാര്യങ്ങളെല്ലാം പറഞ്ഞ് ചോദിച്ച് നമ്മുടെ ഈ GS പ്രദീപിൻ്റെ അശ്വമേധം പോലെ ലക്ഷണങ്ങൾ ചോദിച്ചു എന്നോട് ഇങ്ങോട്ട്. ലക്ഷണമെല്ലാം അന്വേഷിച്ചിട്ട് പറഞ്ഞു. കൃത്യമായിട്ട് മരിച്ചോ മരിച്ചില്ലോ എന്നുള്ള കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അവസാനം ഒരു ദിവസം അയാൾ വിളിച്ചിട്ട് പറഞ്ഞു, അവനിപ്പം മേപ്പയൂര് സ്വന്തമായി വീട് വെച്ച് താമസിക്കുന്നുണ്ട്, മരിച്ചിട്ടില്ല. അവൻ കണ്ണാടിപ്പറമ്പ് സ്കൂളിലെ ഹെഡ് മാഷായിട്ട് പിരിഞ്ഞ. ഞങ്ങൾ അനുശോചനം രേഖപ്പെടുത്തിപ്പോയില്ലേ ഗ്രൂപ്പിൽ. ഞങ്ങൾ എന്നിട്ട് വണ്ടിയും പിടിച്ചിട്ട് അവിടെ പോയി. ഞങ്ങളൊരു 5-6 ആൾ വണ്ടിയും പിടിച്ചിട്ട് ഇവനെ അന്വേഷിച്ച് പിടിച്ച് മേപ്പയൂരിന്ന് പേരാമ്പ്രയിലേക്ക് വരുന്ന വഴിയിൽ ഒരു റോഡ് സൈഡിൽ ഇവിടെ ചെന്ന് നോക്കുമ്പോൾ അവൻ്റെ വീട്ടിന് വലിയൊരു പന്തലും ആളും ബഹളവും. നോക്കുമ്പോൾ പിറ്റേന്ന് അവൻ്റെ മോളെ കല്യാണം. അവനുണ്ടായ സന്തോഷമൊന്നും പറയണ്ട, ഭയങ്കര സംഭവമായിരുന്നു. ഞങ്ങൾ 6 പേര് അങ്ങ് കയറി ചെന്ന് കയറുമ്പം തന്നെ അവൻ ആൾ മനസ്സിലായി. ഞാൻ ചോദിച്ചു, രാഘവ, ഞാനിങ്ങനെ ഈ കണ്ണൂർ ജില്ലയിൽ ഇങ്ങനെ പരക്കപ്പായി നീ അറിയുമല്ലോ, നമ്മുടെ ഈ മമ്മൂട്ടി ശ്രീനിവാസനോട് ചോദിച്ചൊരു ചോദ്യമില്ലേ, ഞാനിങ്ങനെ പരക്കപ്പായി നീ പത്രത്തിലും മറ്റൊക്കെ കണ്ടല്ലോ, നീക്ക് ഒരു വിവരം തന്നൂടെ ഈ കണ്ണാടിപ്പറമ്പ് സ്കൂളിലുള്ളവരോ നീ ഇങ്ങനെ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു വിവരം. അപ്പോൾ എന്തോ ഒരു അപകർഷതാബോധം കൊണ്ടോ ഒന്നും വിളിച്ചില്ല, പറഞ്ഞില്ല. ഇപ്പോൾ ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ്, ഞങ്ങൾ ഒന്നിച്ച് ടൂറിലും പോകും. കഴിഞ്ഞ ദിവസം കൽപ്പറ്റ നാരായണ മാഷോടൊപ്പം കടൽ തീരത്ത് എന്ന് പറഞ്ഞ് ഞങ്ങളെ ബാച്ച് മുഴുവൻ അദ്ദേഹത്തിൻ്റെ കവിതകളെ പറ്റി ചർച്ച ചെയ്തുകൊണ്ട് വടകര കടൽപ്പുറത്തൂടെ, പയ്യോളി കടപ്പുറത്തൂടെ ഇങ്ങനെ നടന്നു ഞങ്ങളുടെ ബാച്ച് മുഴുവൻ. അല്ലാതെ വെറുതെ ഇങ്ങനെ നിങ്ങൾ ആ രീതിയിൽ മാറ്റണം പരിപാടി. ഇങ്ങനെ സ്കൂൾ വരിക, വീട് ഇരിക്കുക, കുറേ പ്രസംഗിക്കുക, പാടുക, പിന്നെ ഭക്ഷണം കഴിക്കുക, പിരിയുന്നതിന് പകരം സർഗാത്മകമാക്കണം. പുതിയ മോഡലുകളിലേക്ക് പോകണം നമുക്ക്. അത്തരത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ കൊണ്ട് എത്ര ആളുകൾ, ഞാൻ ആ കഥയിൽ വൈകാരികമായൊരു മുഹൂർത്തമുണ്ട്, അത് പറയാൻ വിട്ടുപോയി. ഇങ്ങനെ അന്വേഷിച്ച് അവസാനം ഒരു രാധേൻ്റെ ഒരു പിടിയില്ല, രാധയെ കണ്ണുന്നില്ല. അവസാനം റിയാദിൽ നിന്നും അത് വിളിച്ചിട്ട് പറഞ്ഞു, സുരേഷേ, രാധ അറയങ്ങാട് സ്നേഹഭവനിലുണ്ട് എന്നൊരു വിവരം കിട്ടിയിട്ടുണ്ട്, അനാഥ മന്ദിരത്തിൽ. സ്നേഹഭവൻ്റെ ഇപ്പുറത്ത് സൈമൺ, നമ്മുടെ കൂടെ പഠിച്ച ഞങ്ങളുടെ സഹപാഠിയാണ് സൈമൺ, അവിടെ ഹോട്ടൽ നടത്തുക. അവനോട് പറഞ്ഞു, ഇങ്ങനെ രാധ സ്നേഹഭവനിലുണ്ടെന്ന് പറഞ്ഞു, നീ ഒന്ന് ചെന്ന് നോക്കണം. അവൻ പറഞ്ഞു, ഉച്ചക്കത്തെ ചോറ് വിളമ്പിയിട്ട് ഞാൻ ചെല്ലാം. 3 മണിക്ക് സൈമൺ ചോറെല്ലാം വിളമ്പി കംപ്ലീറ്റ് ആയതിനു ശേഷം അവിടെ ചെന്നു. ഇങ്ങനെ ഒരു രാധ, പുതുശ്ശേരിയിലൊരു രാധയുടെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ സിസ്റ്റർ പറഞ്ഞു, സൈമ അരമണിക്കൂർ ലേറ്റായിപ്പോയി, അരമണിക്കൂർ മുമ്പോൾ മരിച്ചുപോയി. ഞങ്ങളുടെ ബാച്ചിൻ്റെ ആദ്യത്തെ സംഗമം രാധയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കലായിരുന്നു. ആദ്യം റീത്തും കൊണ്ടുപോയതാണ്. പിന്നെ രാത്രിയിൽ 11-12 മണി വരെ ഓരോ പാട്ടെടുത്തിട്ടുള്ള ചർച്ച നടത്തുന്ന ഒരു സംഭവമുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. ഈ ഗുഡ് മോർണിംഗ് അയക്കല് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കുക കേട്ടോ. ഗുഡ് മോർണിംഗ് അയക്കുന്നത് എഴുതിയിടുക. ഈ ഫോട്ടോ വന്ന് നിറഞ്ഞിട്ട് വാട്സപ്പ് കാണുമ്പോൾ ദേഷ്യം വരും. ഇവൻ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ നേരം പോലൂല എന്നുള്ള വിചാരം അനാവശ്യമാണ്.
അല്ലെങ്കിൽ എഴുതിയിടുക ഗുഡ് മോർണിംഗ് ഒന്ന് ഒരു വോയിസ് മെസ്സേജ് ഇടുക, അല്ലെ എഴുതിയിടുക. ഈ ചിത്രങ്ങൾ വെച്ചിട്ടുള്ള ഗുഡ് മോർണിംഗ് ഇല്ലേ, ആരും അത് മൈൻഡ് ചെയ്യുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ രാത്രിയിൽ ഞങ്ങൾ ഇങ്ങനെ പാട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യും. ഇനിയുള്ള കാലം വെറുതെ ഇരിക്കുക എന്ന് പറയുന്ന പരിപാടി നിർത്തുക. വെറുതെ ഇരിക്കുക എന്ന് പറയുന്ന പരിപാടി നിർത്തുക. ചലിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ ഞാൻ വീട്ടിലെത്തുമ്പോൾ 330 കിലോമീറ്റർ വണ്ടി ഓടിച്ചു. ഇന്നലെ രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് പുറപ്പെട്ടപ്പോൾ കൊമാച്ചി പാർക്കിൽ ഫയർ സർവീസുകാർക്ക് ഒരു പരിശീലനം നടക്കുക, ഒരു ക്യാമ്പ് നടക്കുക. അപ്പോൾ അവർക്കൊരു ക്ലാസ് ഉണ്ട്. കൊമാച്ചി പാർക്ക് എന്ന് പറഞ്ഞാൽ അറിയാവോ? വയനാട്ടിലേക്ക് പോകുമ്പോൾ തലപ്പുഴേൻ്റെ ഇപ്പുറത്തുണ്ട് ഒരു നല്ല മനോഹരമായ ഒരു പാർക്ക്, കൊമാച്ചി പാർക്ക്. അപ്പോൾ അവിടെ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ കേണിച്ചിറയാണ് എൻ്റെ ഭാര്യൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ വീട്. അപ്പോൾ അവരുടെ മകൾ ഗർഭിണിയാണ്, ഒന്ന് കാണാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മൂത്തമ്മേൻ്റെ മോൻ്റെ വീട്ടിൽ കൂടലിന് പോയിട്ടില്ല, അവിടെ വള്ളിയൂർക്കാവിൽ ആടെ ഒന്ന് കയറണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ രാവിലെ വിട്ട് കൊമാച്ചി പാർക്ക് പോയി. കൊമാച്ചി പാർക്കിൽ നിന്ന് ഇവരെ വീട്ടിൽ കൂടലിന് പോയി. അവിടെ ആ വീട്ടിൽ കൂടല്ല, ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അപ്പോഴേക്ക് പയ്യോളിൽ നിന്ന് വിളി വന്നു, 4 മണിക്കാണേ പരിപാടി കൃത്യമെത്തണമെന്ന്. ഞാനിനി കേണിച്ചിറ ഇവരെ കൊണ്ടാക്കിയാൽ പയ്യോളി എത്തൂല. ഞാൻ അവർക്കൊരു ടാക്സിയും പിടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ കേണിച്ചിറ പോയിക്കോ, രാത്രി വന്ന് ഞങ്ങളെ തിരിച്ചു കൂട്ടാന്ന് പറഞ്ഞ് അവിടുന്ന് കുറ്റ്യാടി പേരാമ്പ്ര വഴി പയ്യോളി പോയി. അവിടുന്ന് പരിപാടി പ്രസംഗവും കഴിഞ്ഞ് 6:45 അവിടുന്ന് വിട്ട് തിരിച്ച് കേണിച്ചിറ പോയി അവരെയും കൂട്ടി തിരിച്ച് വീട്ടിലെത്തിയത് 1 മണി. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇന്നലെ കിടന്നുറങ്ങുമ്പോൾ എന്തൊരു സന്തോഷമാണ്. ഈ അനങ്ങാണ്ടിരിക്കുകയാണ് നല്ല ജീവിതം, യഥാർത്ഥ വിശ്രമം എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ട്. വിശ്രമം വേണം, വേണ്ടെന്നല്ല. ആ വിശ്രമം എന്ന് പറയുന്നത് ശരീരത്തിന് മാത്രമാണ്. മനസ്സിന് നിരന്തരം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരിക്കലും ഓഫാവാത്ത ഒരൊറ്റ മിഷനേ ഉള്ളൂ നമ്മുടെ മനസ്സ്. ഉറങ്ങുമ്പോഴും അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സ്വപ്നങ്ങൾ കാണണം. ടിക്കറ്റ് എടുക്കാണ്ട് സിനിമ കാണുന്നതല്ലേ സ്വപ്നം. സ്വപ്നങ്ങൾ കാണണം. അതിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ഹൃദയവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക, ചലിച്ചു കൊണ്ടിരിക്കുക. കാരണം നമുക്ക് 90 വയസ്സ് വരെ ജീവിക്കുന്നെന്ന് വിചാരിക്കും. 90 വയസ്സ് പോരെ, ആർത്തി വേണ്ടാന്ന് വിചാരിച്ചിട്ട് പറഞ്ഞ ഒരു മിനിമം ഞാൻ പറഞ്ഞ കേട്ടോ 90 വയസ്സ്. ഈ 90 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾക്ക് 60 വർഷം മാത്രമേ അയാൾ ഭൂമിയിൽ ജീവിക്കുന്നതിന് അയാളെപ്പറ്റി ആൾക്ക് വിവരമുള്ളൂ. 30 വർഷം അയാൾ എവിടെയാന്ന് അയാൾക്ക് തന്നെ പിടിയില്ല. 30 വർഷം അതിൽ നിന്ന് ഡീലിറ്റാ, ബ്ലാക്ക് ഹോളിൽ പെട്ടുപോയി. കാരണം 30 കൊല്ലം നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ അറിയില്ലല്ലോ. 30 കൊല്ലം നമ്മൾ ഈ ഭൂമിയിലുള്ള അറിയില്ല. അടുത്ത് കിടക്കുന്ന ആളറിയും, കൂർക്കമ്പലി കേട്ടിട്ട് അല്ലേ? നമ്മളറിയോ? കഴിഞ്ഞ ദിവസം ഞാനൊരു കഥ വായിച്ചു, രസമുള്ള കഥ. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ അയാളുടെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്ന ബീപ് ബീപ് ശബ്ദം കേട്ടിട്ട് അയാൾ ഞെട്ടി ഉണർന്നു. സമയം നോക്കിയപ്പോൾ 1:30 മണി. 1:30 മണിക്ക് എനിക്കാരാ മെസ്സേജ് അയക്കേണ്ടത്? അങ്ങനത്തെ ഞരമ്പ് രോഗികളൊന്നും ഇല്ലല്ലോ. പെട്ടെന്ന് ഓർമ്മ വന്നു, അമ്മാവനുണ്ടല്ലോ ആശുപത്രിയിൽ ICU കിടക്കുന്നത്. സംഭവം ആള് പോയോ? ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുമല്ലോ, അമ്മാവൻ പോയി, ബോഡി ഇപ്പൊ കൊണ്ടുവരും. എൻ്റെ പ്രിയപ്പെട്ട അമ്മാവൻ പോയോ? ബേജാറോടുകൂടി മൊബൈൽ ഫോൺ എടുത്ത് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വായിച്ചു. അതിൽ ഇങ്ങനെയായിരുന്നു മെസ്സേജ്: വല്ലാത്ത ചൂട്, ഉഷ്ണിക്കുന്ന വല്ലാണ്ട്, ഒന്ന് അങ്ങോട്ട് കിടക്ക് കുരിപ്പാ ഭാര്യ. മനസ്സിലാക്കാം. വിളിച്ചിട്ട് അറിയുന്നില്ല, മെസ്സേജ് അയച്ചപ്പോൾ ഉറക്ക് കളിഞ്ഞു എന്നാണ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഡിജിറ്റലായതിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ അടുത്ത് കിടക്കുന്ന ആളെ അറിയൂ നമ്മളുണ്ടെന്ന്, നമ്മളറിയില്ല. 30 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ 60 കൊല്ലമേ ബോധത്തോടെ നമ്മളുള്ളൂ. ഈ 60 കൊല്ലത്തിൽ നമ്മുടെ അധ്വാനവും നമ്മുടെ പരിശ്രമങ്ങളെല്ലാം ഭക്ഷണം ശേഖരിക്കാനും, ഭക്ഷണം വിതരണം ചെയ്യാനും, ഭക്ഷണം പാചകം ചെയ്യാനും, ഭക്ഷണം വിളമ്പാനും, തിന്നാനും, കഴിക്കാനും, പാത്രം കഴുകാനും എല്ലാം കൂടിയിട്ട് ഒരായുസ്സിൽ ഒരു മനുഷ്യൻ നീക്കി വെക്കുന്നത് 15 വർഷമാണ് ശരാശരി, ഭക്ഷണത്തിന് വേണ്ടി മാത്രം. ഈ തിന്നുന്ന സമയം കൂട്ടിയാൽ പോരല്ലോ, അവിടെ പോകുന്നതും വരുന്നതും കൂട്ടണ്ടേ, അത് സാധനം വാങ്ങാൻ പോകുന്നതും കൂട്ടണ്ടേ, എല്ലാം കൂട്ടിയാൽ പാചകം ചെയ്യുന്ന സമയം 15 വർഷം ഒരായുസ്സിൽ ഭക്ഷണ കാര്യങ്ങൾക്ക്, വിസർജ്യത്തിന് വേണ്ടി മാത്രം 5 വർഷം ചെലവ്. ഇതിൽ 10 വർഷം നമ്മൾ വെറുതെ കിടക്കും. അറിയാം, നമ്മളെ മേക്കപ്പ് ചെയ്യാൻ 5 വർഷം എടുക്കും ഒരായുസ്സിൽ. ഇനി 25 വർഷമാണ് നമുക്ക് ബാക്കിയുള്ളത്. ആ 25 വർഷം നഷ്ടപ്പെടുത്തുന്നവനെയാണ് വിഡ്ഢി എന്ന് പറയുക. ആ 25 വർഷം എനർജറ്റിക് ആവണം. ആസ്വദിച്ചിടണമോരോ വരിയും ആനന്ദ സന്ദേശരസ മധുരം,
ഇന്നോ നാളെയോ വിളക്കു കേടും പിന്നെയോ ശൂന്യമാം അന്ധകാരം കാവ്യപുസ്തകമല്ലോ ജീവിതം എന്ന പാട്ടിന്റെ എന്തൊരു അർത്ഥമുള്ള രസമുള്ള പാട്ടാണ് അല്ലേ? എന്തൊരു രസമാണ് ആ പാട്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഒരു പുഴയാണ്. കെട്ടിക്കിടക്കരുത്. കെട്ടിക്കിടന്നാൽ അമീബിക്ക് ജ്വരം വരുന്നതെല്ലാം കെട്ടിക്കിടക്കുന്ന കുളത്ത് കുളിച്ചിട്ടാ. ഒഴുക്ക് വെള്ളത്തിൽ അഴുക്കില്ല, ചലിച്ചുകൊണ്ടിരിക്കുക. ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും അടിസ്ഥാന തത്വശാസ്ത്രം ചലനമാണ്. വായു ചലിക്കുന്നെങ്കിൽ ശ്വാസം കിട്ടില്ല. ഹൃദയവും രക്തവും ചലിക്കുന്നില്ലെങ്കിൽ ചത്തുപോകും. ഭൂമി ചുറ്റുന്നത് കൊണ്ടും ഭൂമി സ്വയം കറങ്ങുന്നത് കൊണ്ടാണ് ഋതുക്കൾ ഉണ്ടാവുന്നത്, ജീവൻ ഉണ്ടായത്. ചലനമാണ് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ഭാവം. അത് നമ്മൾ സ്വീകരിക്കുക. ചലനം 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 മാനവ ജീവിത പരിണാമത്തിൻ മയൂര സന്ദേശം. ചലനം 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 അല്ലേ? നല്ല പാട്ടാണ്. ഈ ചലനം ഫലപ്രദമായി ചലിച്ചുകൊണ്ടിരിക്കുക. കടലിൽ ചേരലല്ല പുഴയുടെ ദൗത്യം. അതിനും ജയേന്ദ്രൻ പാടിയൊരു പാട്ടുണ്ട് കേട്ടോ. ഞാൻ ജയേന്ദ്രന്റെ ശവസംസ്കാര ചടങ്ങ് നടക്കുമ്പോൾ ഈ പാട്ട് പാടി. ഞാൻ പാലിയത്ത് വളപ്പിൽ ആ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയിരുന്നു. ആ സമയത്ത് എല്ലാവരും പാടുകയായിരുന്നു. ആരും കരയുകയല്ല, എല്ലാവരും പാടുകയായിരുന്നു. ഞാൻ പാടിയ പാട്ട് കല്ലോലിനി വനകല്ലോലിനി നിൻതീരത്തു വിടരും ദുഃഖ പുഷ്പങ്ങളെ താരാട്ടു പാടിയുറക്കൂ ഉറക്കൂ എന്ന പാട്ട്. കടലിൽ ചേരല്ല, കടലിൽ എത്തുന്നത് വരെ തീരത്ത് വിടരുന്ന ദുഃഖപുഷ്പങ്ങളെ താരാട്ടുപാടി ഉറക്കലാണ് നമ്മുടെ ദൗത്യം. ആ ദൗത്യം ഏറ്റെടുക്കണം. ചലിച്ചുകൊണ്ടിരിക്കണം, അനങ്ങിക്കൊണ്ടിരിക്കണം. ഏത്? ശരീരവും മനസ്സും. മനസ്സ് എപ്പോഴും പുതിയത് ചിന്തിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ ഈ പഴയതൊന്നും മറക്കുകയില്ല, പുതിയതൊന്നും പഠിക്കുകയില്ല എന്ന് പറയുന്ന തത്വശാസ്ത്രമാണ് തെറ്റ്. ആ തത്വശാസ്ത്രം കൊണ്ടാണ് നമ്മുടെ രാജ്യം തകർന്നു പോയത്. സനാതനമായിട്ടുള്ള ചില മൂല്യങ്ങളുണ്ട്. കുറെ കാലമായാലും അച്ഛനെ അച്ഛാന്ന് വിളിക്കുന്നത്, ഇനി മോനെ അച്ഛാന്ന് വിളിക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിനെയാണ് ഈ സനാതനം എന്ന് പറയാ. എന്നാൽ ചില അന്ധവിശ്വാസങ്ങൾ സനാതനമായി നിന്നതുകൊണ്ടാണ് ഭാരതം തകർന്നു പോയത്. ഇന്ത്യ രാജ്യത്ത് കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് 1000 കൊല്ലം മുമ്പ് യൂണിവേഴ്സിറ്റിയുള്ള രാജ്യമാണ് ഇന്ത്യ. നളന്തയും തക്ഷശിലയും ഉണ്ട് ഇല്ലേ? 18 പുരാണങ്ങളിൽ 25,000 പേരുകളില്ലേ? 18 പുരാണങ്ങളിൽ ഏതാണ്ട് 25,000 പേരുകളുണ്ട്. ഈ പേരുകളെല്ലാം ഉണ്ടായതിനു ശേഷമല്ലേ നമ്മൾ പേരിട്ടത്. രാമൻ, ഗോവിന്ദൻ, കുഞ്ഞികൃഷ്ണൻ എന്നല്ലോ അതിൽ നിന്നെടുത്തല്ലേ. അതിന് മുമ്പ് പേരുണ്ടോ? ഇപ്പൊ 2 കുട്ടികൾക്ക് പേരിടാൻ വേണ്ടിയിട്ട് കണ്ട നെറ്റ് തപ്പുക, കണ്ടാലോടെല്ലാം ചോദിക്കുക. അന്നേരമാണ് ധൃതരാഷ്ട്ര 100 മക്കൾക്ക് പേരിട്ടില്ലേ. ഒരു പേര് പോലും ആവർത്തിച്ച് വന്നില്ലല്ലോ. എന്തൊരു ബുദ്ധിമാന്മാര് ഈ പേരുകളെ കൂട്ടിയിണക്കിക്കൊണ്ട് എത്ര കഥകൾ ഉണ്ടാക്കി. വേദങ്ങൾ, ഉപനിഷത്തുകൾ, വേദാന്തം, ഭഗവത്ഗീതയെല്ലാം ഉണ്ടാക്കിയ മനുഷ്യർ. അത്ഭുതമല്ലേ? ഇത്രയും ബുദ്ധിമാന്മാരായ നമ്മുടെ രാജ്യത്ത് എന്തേ നമ്മുടെ രാജ്യം പുറകോട്ട് പോയേ? അറിയണം. നമ്മൾ ഗൗരവതരമായി ചിന്തിക്കണം. അത് ചിന്തിക്കാനുള്ള പക്വതയാർന്നു. ഫിലോസഫിയുടെ ആരംഭത്തിന്റെ സമയമായി. നിങ്ങൾ ചിന്തകൾ പൂത്തു നിൽക്കുന്ന സമയമായി. ചിന്തയിൽ നിങ്ങൾ വളരുകയാണ്. തളർച്ചയല്ല, ഡിമിനിഷിംഗ് അല്ല, ഇനി ഇൻക്രീസിംഗ് ആണ്. ഇനിയുള്ള കാലം ചിന്തയിൽ വളർന്നുകൊണ്ടിരിക്കണം. എന്താ പറ്റിയത്? ഈ ഹാളിലുള്ള ഏതെങ്കിലും ഒരു സാധനം ഇന്ത്യയെ കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മൾ കണ്ടുപിടിച്ചാട്ടെ. ഇത്രയും ബുദ്ധിമാന്മാരുള്ള നമ്മുടെ രാജ്യത്ത് ഈ ഹാളിലുള്ള ഏതെങ്കിലും ഒരു വസ്തു ഇന്ത്യയെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? എല്ലാം വിദേശികളാ. എന്താ പറ്റിയത്? അറിയണം. നമ്മൾ പഴയതൊന്നും മറക്കൂല, പുതിയതൊന്നും പഠിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ മാറണം, പുതിയത് പഠിച്ചുകൊണ്ടിരിക്കണം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മരണം വരെ വികസിക്കേണ്ട ഒരു പ്രക്രിയ. നമുക്ക് ഇനിയുള്ള കാലം എനർജറ്റിക് ആവണം. തൂക്കാൻ വിധിക്കുന്നതിന്റെ തലേ ദിവസം അവസാനത്തെ ആഗ്രഹം ചോദിച്ച ഭഗത് സിംഗിന് പറഞ്ഞ മറുപടിയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ സന്ദേശം. ഭഗത് സിംഗ് പറഞ്ഞു, കിണ്ണത്തപ്പം തിന്നണം, ജിലേബി തിന്നണമെന്നല്ല ആഗ്രഹം പറഞ്ഞത്.
ഞാൻ ലെനിന്റെ ഒരു പുസ്തകം വായിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു, ആ പുസ്തകം ഒന്ന് കിട്ടുമെങ്കിൽ കൊണ്ടുതരുമോ എന്നാ ചോദിച്ചത്. ജയിലിലുള്ളവരെല്ലാം വിഡ്ഢി എന്ന് വിളിച്ചു അദ്ദേഹത്തെ. വിഡ്ഢിയല്ല, മരണം വരെ ജീവിച്ചിരിക്കണമെങ്കിൽ മരണം വരെ മനസ്സ് ചലിച്ചുകൊണ്ടിരിക്കണം, ബുദ്ധി ചലിച്ചുകൊണ്ടിരിക്കണം. ആ ആന്തരികമായ വികാസമാണല്ലോ നമ്മുടെ ബാഹ്യമായ വികാസം ഉണ്ടായത്. തോമസ് ആൽവ എഡിസന്റെ ആന്തരിക വികാസം കൊണ്ടല്ലേ ഈ ബൾബിയുടെ കത്തി നിൽക്കുന്നത്. ആ അകത്ത വെളിച്ചം നിരന്തരം വികസിപ്പിച്ചുകൊണ്ടിരിക്കുക, അവിടെയാണ് പുതിയത് പഠിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ മോനിപ്പോ അസ്ട്രോഫിസിക്സ് MSc ചെയ്യുക. അവൻ ലീവ് ഇപ്പോ ഒരു സെമസ്റ്റർ കഴിഞ്ഞിട്ട് ഓൻ വീട്ടിലുണ്ട്. ഞാൻ ഇന്നലെ രാവിലെ 5:30 മുതൽ ക്വാണ്ടം തിയറി എന്താണെന്ന് പഠിക്കുക അവനോട് ചോദിച്ച് പഠിപ്പിക്കുക. എന്താണ് ക്വാണ്ടം തിയറി, എന്താണ് ന്യൂട്ടന്റെ ചലന നിയമങ്ങളുമായിട്ടുള്ള പുതിയ കാലഘട്ടത്തിലുള്ള വേരിയേഷൻ എന്താണ് പഠിക്കുക. അവനിങ്ങനെ പറഞ്ഞു തരിക. നിരന്തരം വികസിക്കണം നമ്മൾ. ഇതിങ്ങനെ നമ്മൾ ഇനിയെന്നാപ്പാ പൂട്ടിക്കെട്ടി. ആ പൂട്ടിക്കെട്ടലേ എപ്പോഴുള്ളൂ. പരിപൂർണ ശ്രമക്ലമ വിരാമം. നിർമ്മലഗിരി കോളേജിൽ നിന്ന് ഞാൻ പഠിച്ച വരിയാണ്. എന്നെ പഠിപ്പിച്ചത് ജോൺസൺ മാഷ, നിർമ്മലഗിരി കോളേജിലെ ജോൺസൺ മാഷ. മൃത്യുപൂജ എന്നൊരു കവിതയുണ്ട് അയ്യപ്പ പണിക്കരുടെ. അതിലൊരു വരിയാണ് പരിപൂർണ ശ്രമക്ലമ വിരാമം. അത് ശ്രമങ്ങളും എല്ലാ പ്രയാസങ്ങളുടെയും വിരാമം അപ്പം മതി, ഇപ്പൊ വേണ്ട, വിശ്രമിക്കാൻ നമുക്ക് നേരമില്ല. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക, ചലിച്ചുകൊണ്ടിരിക്കുക, മനസ്സ് പുതിയത് അന്വേഷിച്ചു കൊണ്ടിരിക്കുക, പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ആരോടൊന്നും സംസാരിച്ചു കൊണ്ടിരിക്കുക, എന്തെങ്കിലും പാട്ട് പുതിയത് കേട്ടുകൊണ്ടിരിക്കുക. ആ പാട്ട് പഴയ പാട്ട് മാത്രമേ നല്ലതുള്ളൂ എന്ന് പറയുന്ന തന്ത വൈവാകരുത്. പുതിയ പാട്ടിൽ നല്ല വരികളുണ്ട്, നല്ല വരികളുള്ള പാട്ടുകളുണ്ട്. ആധുനിക കവിത പഠിക്കണം. പണ്ടത്തെ കവിത അർത്ഥം മനസ്സിലാവണമെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട്, ആരുടെയെങ്കിലും സഹായം വേണം. ഇപ്പൊ സിമ്പിളാ. ഞാനിപ്പോ രാവിലെ വരുമ്പോ ഒരു കവിത വായിച്ചു, അലി കടുകശ്ശേരിന്റെ ഒരു കവിത. ആ കവിത ഇങ്ങനെയാണ്: അമ്മക്കിളി കുഞ്ഞിക്കിളിയോട് ചോദിച്ചു, അമ്മേ, നമ്മളും മനുഷ്യരും തമ്മിൽ എന്താണ് വ്യത്യാസം? അമ്മക്കിളി പറഞ്ഞു, മോളെ, നമ്മൾ കിളികൾ ഉറങ്ങുമ്പോഴും കിളികളാണ്, ഉണർന്നാലും കിളികളാണ്. അവർ മനുഷ്യർ, ഉറങ്ങുമ്പോൾ മനുഷ്യരാണ്, ഉണർന്നാൽ ഹിന്ദുവാണ്, മുസ്ലിമാണ്, ക്രിസ്ത്യാനിയാണ്. ഇത് മനസ്സിലാവാത്ത ആരും ഉണ്ടാവോ? മലയാളം അറിയുന്ന എല്ലാവർക്കും മനസ്സിലാവില്ലേ? എത്ര മനോഹരമായ അർത്ഥമാണതിൽ. നല്ല കവിതകൾ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ടി പത്മനാഭൻ തന്ത വൈബും കൊണ്ട് പറഞ്ഞു, പണ്ടല്ലേ കവിത, ഇപ്പാരും കവിതയൊന്നുണ്ട്. ഇയാൾ പുതിയ വായിക്കാത്തതിന് അയാൾ കഴിഞ്ഞ ദിവസം ഒന്ന് എഴുതിയിട്ടുണ്ട്. അയാൾ ഇനി എഴുത്തു നിർത്തുക. മാതൃഭൂമിയിൽ ഒരു 5-6 മാസം മുമ്പ് ഒരു കഥ എഴുതി. ഇങ്ങനെയൊരു പൊട്ടക്കഥ. പ്രകാശം പരത്തുന്ന പെൺകുട്ടിയും ഗൗരിയൊക്കെ എഴുതിയ ആ മനുഷ്യന്റെ തൂലികയിൽ നിന്നാണ് ഈ പൊട്ടക്കഥ വന്നത്. ഞാൻ സങ്കടപ്പെട്ടു പോയി അയാളുടെ കഥ വായിച്ചിട്ട്. അയാൾ ഇനി എഴുത്തു നിർത്തുന്നതാണ് നല്ലത്. അയാൾ പുതിയത് വായിക്കാത്തത് കൊണ്ടാണ്. നല്ല ഗംഭീരമായ കവിതകൾ ഇറങ്ങുന്നുണ്ട്, നല്ല പാട്ടുകളും ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് പഴയതെല്ലാം മോശവും പുതിയതെല്ലാം നല്ലത് എന്ന് പറയുന്ന കുറെ വിഡ്ഢികളുണ്ട്. എന്നാ പുതിയ തലമുറയോ പഴയതെല്ലാം വിഡ്ഢിത്തം. ജടയുടെ സംസ്കാര പനയോലക്കെട്ടൊക്കെ പൊടികെട്ടി പുഴുകുത്തിച്ചിതലുമുറ്റി ചികയുന്നോ ചിരിവരും ചിലതിനിയുമുണ്ടെന്നോ ചിതയിലേക്ക് അവയെടുത്തെറിയൂ വേഗം എന്ന ചങ്ങമ്പുഴയുടെ വരികൾ പറഞ്ഞു നടക്കുന്ന കുട്ടികൾ. എന്നാ പഴയതിലും നല്ലതുണ്ട്, പുതിയതിലും നല്ലതുണ്ട്. ആ പഴയതിലെ നന്മയെയും പുതിയതിലെ നന്മയെയും കണക്ട് ചെയ്യുന്ന ജോലി ചെയ്യേണ്ടവരാണ് ആര്? നമ്മളും നിങ്ങളും. മധ്യവയസ്കരുടെ പണിയതാ. പഴയതിലും നല്ലതുണ്ട്, പുതിയതിലും നന്മയുണ്ട്, അതിനെ കണക്ട് ചെയ്യണം. പക്ഷെ ഇപ്പൊ പലരും എന്താ ചെയ്യുന്നത്? പഴയതിലെ തിന്മയും പുതിയതിലെ തിന്മയും ഭയങ്കര ഐക്യമുന്നണിയാണ്. പഴയതിലെ നന്മയും പുതിയതിലെ നന്മയും കണ്ടാമുണ്ടുന്നില്ല. അതാ പ്രശ്നം. അകർമ്മണ്യതയെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ആധുനിക സംസ്കാരം. ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ ഫോളോവേഴ്സ് ഉള്ളത് ആർക്കാന്നറിയോ? കുക്കറി ഷോകൾക്കാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നത് തിന്നാനോ കയ്യില്ല, എന്നാ ഉണ്ടാക്കുന്ന കണ്ടിട്ട് വായിൽ വെള്ളം ഇങ്ങനെ വരാലോ. കുക്കറി ഷോകൾക്ക്. പിന്നെയുള്ളത് വൃത്തികെട്ട സെക്സ് ചാനലുകൾക്കാണ് ഏറ്റവും കൂടുതലുള്ളത്. നല്ല കാര്യം എന്തോ പറഞ്ഞാലോ ഇല്ല, ആരും മൈൻഡ് ചെയ്യില്ല. നല്ല കാര്യം ഇല്ലേ ലോകത്ത്. കഴിഞ്ഞ ദിവസം ഉദയംപേരൂര്, മിനിഞ്ഞാന്നല്ല അതിൻ്റെ തലേന്ന്, ഉദയംപേരൂര് അവിടെ AKG വായനശാല വയലാർ അനുസ്മരണ പരിപാടി വെച്ചു. വലിയ പരിപാടിയാണ്. കാദംബരി എന്ന് പറയുന്ന ഒരു സംഗീത ട്രൂപ്പൊക്കെ ഉണ്ട്.
ഞാൻ പരിപാടിയും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ റോഡ് സൈഡിൽ ഒരു ബോർഡ്, അപ്പം 5 രൂപ, ഇടിയപ്പം 6 രൂപ, ചപ്പാത്തി 7 രൂപ, പൊറോട്ട 8 രൂപ. ബോർഡ്. വലിയൊരു ഹോട്ടൽ, പേര് ലളിതം. ലളിതം. ഞാൻ വണ്ടി നിർത്താൻ പറഞ്ഞു, നമുക്ക് ആടുന്ന 2 ദോശ കിട്ടുമോ നോക്കാം. അവിടെ കയറിയിട്ട് നമ്മളവിടെ ഇരിക്കുമ്പോഴേക്ക് ഓണർ ഓടി വന്ന്, അയാൾക്ക് എന്നെ നല്ല പരിചയമുണ്ട്, എൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാറില്ല. അയാളെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ആ ഹോട്ടലിൻ്റെ ചരിത്രം അതിൻ്റെ അടുത്തുള്ള ആൾ പറഞ്ഞു തന്നു. കടത്തിൽ മുങ്ങി നശിച്ച് നാറാണക്കല്ല് കണ്ട ആത്മഹത്യ ചെയ്യാൻ പോയ ആളായിരുന്നു ഇതിൻ്റെ ഓണർ. അപ്പോഴാണ് ഒരു തട്ടുകട പോലെ തുടങ്ങിയത്. ഇപ്പം അതിൻ്റെ സ്ഥലം മുഴുവൻ ലീസിനെടുത്ത് വലിയ ഹോട്ടലാണ്. ആ ഹോട്ടലിൻ്റെ പ്രത്യേകത, എല്ലാ ദിവസവും 12 മണിക്ക് പാത്രങ്ങളുമായിട്ട് ഇദ്ദേഹം ഒരു ഗുഡ്സ് വണ്ടിയിൽ പുറപ്പെടും. ഒറ്റക്ക് താമസിക്കുന്ന ആ പഞ്ചായത്തിൽ ഒറ്റക്ക് താമസിക്കുന്ന ആരുമില്ലാത്ത 20 വയോജനങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുപോയി വിളമ്പും. എല്ലാ ദിവസവും ഭക്ഷണം ആയ ഉടനെ ആദ്യം ഇവർക്ക് കൊണ്ടുപോയി വിളമ്പും. 20 പേരുടെ വീട്ടിലെത്തിച്ചു കൊടുക്കും. എന്നിട്ട് മാത്രമേ ഹോട്ടലിലേക്ക് തിരിച്ചു വരൂ. എല്ലാ ഓണത്തിനും 200 പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഓണസദ്യ ഫ്രീ ആയിട്ട് കൊടുക്കും. എന്തൊരു മനുഷ്യനാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അടുത്തൂണെന്ന വാക്ക് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അയാൾ പറഞ്ഞു ഇല്ല. പെൻഷൻ എന്നതിൻ്റെ മലയാളമാണ് അടുത്തൂണ്. അടുത്തൂണെന്ന് പറയുന്നത് വിരിഞ്ഞ ആളുകൾക്ക് ഭക്ഷണം പൊതിഞ്ഞിട്ട് വീട്ടിലെത്തിച്ചു കൊടുത്തിരുന്നു മാർത്താണ്ഡവർമ്മ. അടുത്ത് ഊണെത്തിച്ചു കൊടുത്തിരുന്നു. അത് പിന്നെ ബാധ്യതയായപ്പോൾ അതിന് പൈസ കൊടുത്തു, പകരം ഊണിന് പകരം പൈസ കൊടുത്തു. അതാണ് പെൻഷൻ. ആദ്യത്തെ അടുത്തൂൺ, അങ്ങനെയാ മലയാളം വന്നത്. നിങ്ങൾ ചെയ്യുന്നതാണ് അടുത്തൂൺ. ഊണ് അടുത്തെത്തിച്ചു കൊടുക്കുക, പെൻഷനാണ് നിങ്ങൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു ഞാനായിരുന്നു. ഇങ്ങനെ നന്മയുണ്ട് ഒരുപാട്. പരുക്കനാണ് ഈ ലോകം, പക്ഷേ ആരാമങ്ങളുമുണ്ട് ഇവിടെ എന്ന സുഗതകുമാരിയുടെ വരികൾ ഓർക്കുക. അതുകൊണ്ട് എല്ലാം മോശമൊന്നുമല്ല. ഈ സോഷ്യൽ മീഡിയകൾ തുറന്നാ വിചാരിക്കും എല്ലാം പോക്കാന്ന്, ഒന്നും നന്നാവില്ല എന്ന നെഗറ്റീവ് മനസ്സിൽ ഉണ്ടാവരുത്. എല്ലാം നല്ലതാണ്. നമുക്ക് ഈ പ്രായത്തിൽ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടമുള്ള വീടും വീട്ടിലെ ആളുകളും വീട്ടിന്റെ ചുറ്റുവട്ടമുള്ള പ്രകൃതിയും നമ്മുടെ നാടും ആയിട്ട് നല്ല കമ്മ്യൂണിക്കേഷനാണ്. ആ കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങൾക്ക് നിരന്തരം പുതുക്കാൻ പറ്റും. സോഫ്റ്റൻ യുവർ കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും നല്ല അതിജീവനത്തിന്റെ മുന്നോട്ട് പോക്കിന്റെ മന്ത്രമാണ് സോഫ്റ്റൻ യുവർ കമ്മ്യൂണിക്കേഷൻ. പുഞ്ചിരിക്കാൻ പഠിക്കുക. നമ്മൾ നാട്ടുകാരോടെല്ലാം പുഞ്ചിരിക്കും, വീട്ടുകാരോട് പുഞ്ചിരിക്കാറുണ്ടോ? രാവിലെ എണീറ്റ് വരുമ്പോ പിലാമെന്ന് വീണ പയഞ്ചക്ക പോലെ കൂട്ടിയിട്ട് വരില്ല. ഒന്ന് ചിരിക്കുക. ആ കൊച്ചുമക്കളോട് മക്കളോട് എന്തല്ല ഒന്ന് പുഞ്ചിരിക്കും. പുഞ്ചിരിക്കാൻ അറിയുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണല്ലോ. പ്രഭാതം വിടരും പ്രദോഷം വിടരും പ്രതീചി രണ്ടും കണ്ടു നിൽക്കും. ഉദയമില്ലാതില്ല അസ്തമനം, ഉണരൂ മനസ്സേ ഉണരൂ. ശ്രീകുമാരൻ തമ്പി എഴുതിയ ഈ പാട്ടിനെ കുറിച്ചിട്ട് ശ്രീകുമാരൻ തമ്പി സദസ്സിൽ ഇരിക്കുമ്പോൾ എനിക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടി. അദ്ദേഹത്തിന് 1 ലക്ഷം രൂപയുടെ അവാർഡ് കൊടുക്കുന്ന ഒരു ചടങ്ങ് ചേർത്തലയിൽ. അവാർഡ് കൊടുക്കുന്ന രമേശ് ചെന്നിത്തല 1.5 മണിക്കൂർ ലേറ്റ് ആവും എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളേതായാലും എത്തിയല്ലോ, നിങ്ങൾ പ്രസംഗം തുടങ്ങിക്കോ. ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടുകളിലെ ദാർശനിക സൗന്ദര്യം എന്ന വിഷയം. ഞാൻ ഈ പ്രതീചി രണ്ടും കണ്ടു നിൽക്കുമെന്ന് പറഞ്ഞിട്ടാ തുടങ്ങിയ. എന്താണ് ഈ പ്രതീചി? ശ്രീകുമാരൻ തമ്പി പറഞ്ഞു, പലരും പ്രതീചി എന്താണെന്ന് അറിയാതെയാ പാടുന്നത്. ഇതിനെ ഇത്ര മനോഹരമായി വ്യാഖ്യാനിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിനെ ഉണർത്തൂ. ഫോർവേഡ് ലീൻ, മുന്നോട്ട് കുനിയാൻ പഠിക്കുക. ശരീരത്തിലെ അവയവങ്ങളിൽ കാലിൻ്റെ മുട്ട് മാത്രമേ പുറകോട്ട് മടക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം മുന്നോട്ട് മടക്കുന്നതാണ്. കാലിൻ്റെ മുട്ട് പുറകോട്ട് മടക്കി വെച്ചത് പിന്നോട്ട് നടക്കാനല്ലല്ലോ, മുന്നോട്ട് ഓടാൻ വേണ്ടിയാ. എന്നിട്ട് നമ്മളിങ്ങനെ പുറകോട്ട് മലരണ്ട, മുന്നോട്ട് സമ്മതിച്ചു കൊടുക്കുക. ശരി 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 അച്ഛാ, ഞാനൊരു കാറ് വാങ്ങുന്നുണ്ട് അച്ഛാ. ചുവന്ന കാറാ അച്ഛാ വാങ്ങുന്ന. ഇങ്ങനെ ഇരുന്നാൽ പിന്നെ ഒരിക്കലും നിങ്ങളോട് വന്ന് പറയോ? ഇല്ല, ഓൻ്റെ പൈസ പോകും വലിയ കാറ് വാങ്ങുന്ന. എന്തിനാ ഇങ്ങനെ? മക്കളോട് അസൂയ പാടില്ല. അതേ മോനെ, ശരി സന്തോഷം എന്ന് പറയുമ്പോൾ അതിനൊരു പൊരുത്തമുണ്ട്. അതുകൊണ്ട് കുട്ടികൾ നമ്മൾ പറഞ്ഞ വഴിക്കേ നടക്കാവൂ എന്ന് നമ്മൾ വാശി പിടിച്ചാൽ നമ്മളെ ജീവിതം കുളത്തിലാവും. അവരെന്തായാലും അവരെ വഴിക്ക് നടക്കണം. നമ്മൾ വരച്ചേലെ വന്നില്ലേ, പോയാലേ വരക്കുക. മനസ്സിലായോ?
അവർക്കനുസരിച്ച് നമ്മുടെ സങ്കല്പങ്ങളെ തിരുത്തുക. എന്നാലേ തിരുത്തേണ്ടടുത്ത് അവർ കേൾക്കൂ. എല്ലാറ്റിനും എതിർപ്പ് പറയുന്നുണ്ട്, പിന്നെ നിങ്ങളെ ഒന്നും മൈൻഡ് ചെയ്യില്ല. നല്ലതിനെ പ്രോത്സാഹിപ്പിക്കൂ, തലകുലിക്ക് സമ്മതിക്കൂ. അങ്ങനെ സ്മൈൽ, ഓപ്പൺ ഹെഡ്, ഫോർവേഡ് ലീൻ, ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിങ്, സോഫ്റ്റൻ യുവർ കമ്മ്യൂണിക്കേഷൻ. അത്തരത്തിൽ രസകരമായ ഇനിയുള്ള ജീവിതം രസകരമായി മുന്നോട്ട് പോകാൻ നിങ്ങൾ പുതിയത് കണ്ടെത്തണം. ഇവിടെ നടക്കുന്ന ചർച്ചകൾ പണ്ടത്തെ മാത്രം പറഞ്ഞ് രണ്ടാമത്തെ സംഘമല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പഴയത് പറഞ്ഞില്ലേ. ഇനി പുതിയ മോഡൽ എങ്ങനെ നമുക്ക് ഒത്തുചേരേണ്ടത്, എന്തെല്ലാം ചെയ്യണം എന്നതിനെ പറ്റി ഒരു നല്ല ഹൃദയം തുറന്ന ചർച്ചകൾ ഗ്രൂപ്പിലും മറ്റൊക്കെ ഉണ്ടാവണം. ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 3-4 വിധം ആളുകൾ, നിരന്തരം ഇടപെടുന്ന ചില ആളുകൾ. എപ്പോഴെങ്കിലും ഒന്ന് മുങ്ങിക്കപ്പൽ പൊങ്ങും പോലെ പൊങ്ങി, പിന്നെ അങ്ങ് മുങ്ങിയാ പിന്നെ ഒരു അഡ്രസ്സും ഇല്ലാത്ത പോലെയാണ്. പിന്നെ ചില ആളുകൾ എല്ലാവരും കാഴ്ചക്കാരാണ്, എല്ലാം കാണും, എല്ലാം കേൾക്കും, ഒരക്ഷരം ഉണ്ടില്ല, ഒരു ലൈക്ക് പോലും ഇടില്ല. ഇങ്ങനെ പല ആളുകൾ. എല്ലാവരും ഒന്ന് സജീവമാകുക, നന്നായിട്ട് മുന്നോട്ട് പോവുക. അത്തരത്തിൽ നല്ല ഒരു സംഗമമായി നിങ്ങൾക്കിതിനെ മാറ്റിയെടുക്കാൻ കഴിയട്ടെ. ഈ മനോഹര തീരത്ത് ഇനിയൊരു ജന്മം കൂടി തരുമോ എന്ന മട്ടിൽ, അല്ലാതെ നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഈ നരകത്തിൽ തന്നെ കെട്ടിയെടുക്കണം എന്ന പ്രാർത്ഥന വേണ്ട. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് പാടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്